അപ്പൊ മോയന്തങ്കാക്ക ഖുറാനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ മടവൂർ ശൈഖുന ഖാലിഖാണെന്ന്. അത് നിങ്ങൾ തള്ളുവോ? ഖുറാന്റെ ആയത്ത് നിങ്ങൾ തള്ളുവോ? ഇന്നല്ലാഹ ഹുവ ഖാലിഖുൻ വ ജിബ്രീലു വ സ്വാലിഹുൽ മുഅ്മിനീൻ. അർത്ഥം വെക്ക. ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ആണത്തുണ്ടെങ്കിൽ നിങ്ങൾ അർത്ഥം വെക്കി, നട്ടലുണ്ടെങ്കിൽ. ആ സൈനുദ്ദീൻ നമ്മളോട് ചോദിക്കുകയാണ്, എവിടെയാണ് ഞാൻ അള്ളാഹു താലാന്റെ പേരിൽ കള്ളം പറഞ്ഞത്? എവിടെ ചങ്ങായിച്ച് കള്ളം പറയാത്തത്? എവിടെ? ഈ കള്ളം പറയാത്തതിന്റെ വല്ല ലിസ്റ്റ് കണ്ടിട്ടുണ്ടോ? അള്ളാഹു താലാന്റെ പേരിൽ കള്ളം പറഞ്ഞതിന്റെ ലിസ്റ്റ് നമ്മളെത്തുണ്ട്. ഈ ഗ്രൂപ്പിൽ വരുന്നത് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ പേരിൽ പാച്ചത്തേറിയും തോന്നിയാസം പറയാനല്ലേ ഇജ് വരുന്നത്? അല്ലേ? ആ ഇജിപ്പോ അള്ളാഹു താലാന്റെ പേരിലും കള്ളം പറയൽ തുടങ്ങി. ഇജൊരായത്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കുക, എന്നിട്ട് ഇജ് പറയാ ഖുർആനിൽ അള്ളാഹു താല ഇത് പറഞ്ഞുങ്ങളല്ലോ. ഇജുണ്ടാക്കിയ ആയത്താണ് ഇത്. ഞാൻ ഖുർആൻ നോക്കിയിട്ട് എനിക്കോടെയും കിട്ടിയില്ല. ഇജൊരായത്ത് ഉണ്ടാക്കിയ ചേകനൂരിനെ പോലെ തന്നെ. ചേകനൂര് 3 വക്താക്കാൻ വേണ്ടി ചേകനൂര് ഖുർആനൊക്കെ നോക്കിയിട്ട് ഓനും ആയത്തുണ്ടാക്കി. മനസ്സിലായോ? 3 വക്താക്കാനും വേണ്ടിയേ. ഇതുപോലെ മടവൂർ ശൈഖുനാനെ പടച്ചോനാക്കാൻ വേണ്ടി ഇജ് ഖുർആനിൽ ആയത്തുണ്ടാക്കി. എങ്ങനെയുണ്ട്? എന്നിട്ട് അള്ളാഹു താലാന്റെ പേരിൽ കള്ളം പറഞ്ഞിട്ടില്ല എന്നോ? ഇജ് അറിഞ്ഞത് ഇതാ ചങ്ങയ്യേ. അപ്പൊ മോയന്തങ്കാക്ക ഖുറാനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ മടവൂർ ശൈഖുന ഖാലിഖാണെന്ന്. ഖുർആനിൽ അള്ളാഹു താല പറഞ്ഞോ അത്ര മടവൂർ ശൈഖുന ഖാലിഖാണ്. എങ്ങനെയുണ്ട്? അപ്പറയണത് തന്നെ തെറ്റല്ലേ? മടവൂർ ശൈഖുന ഖാലിഖാണ് എന്നുള്ള ഖുർആനിൽ അള്ളാഹു താല പറഞ്ഞു. എന്നാ ഖുർആൻ ഇറങ്ങണത് മടവൂർ ശൈഖുന എന്നാ വരുന്നത്? അപ്പറയണത് തന്നെ തെറ്റല്ലേ അയ്യേ? ഖുർആനില് അങ്ങനെ തന്നെ പറയണേ. ഖുർആനിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് മടവൂർ ശൈഖുന ഖാലിഖാണ്. എങ്ങനെയുണ്ട്? എന്നിട്ട് പറയാ എവിടെയാണ് ഞാൻ അള്ളാഹു താലാന്റെ പേരിൽ കള്ളം പറഞ്ഞത്? നമ്മളോട് ഇങ്ങോട്ടൊരു ചോദ്യം. എടാ ഹംകുൽ ബഡ്കൂസ് എനിക്ക് തിരിഞ്ഞുണ്ടോ? എന്നിട്ട് അതിന് ഇല്ലാത്ത ആയത്താ ഉണ്ടാക്കണത്. ആ ആയത്ത് ഇതാ. നിങ്ങൾ തള്ളുവോ? ഖുറാന്റെ ആയത്ത് നിങ്ങൾ തള്ളുവോ? ഇന്നല്ലാഹ ഹുവ ഖാലിഖുൻ വ ജിബ്രീലു വ സ്വാലിഹുൽ മുഅ്മിനീൻ. അർത്ഥം വെക്ക. ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ഇജുണ്ടാക്കിയ ആയത്തിന് എനിക്കെന്നെ അർത്ഥം വെക്കാൻ കഴിയണില്ല. ഇജുണ്ടാക്കിയിട്ട് പുറത്തേക്ക് എഴുതിയാണ് അർത്ഥം വെക്കുക അറിയാണ്ട്. കാരണം ഇജുണ്ടാക്കിയ ആയത്തിന് എനിക്കെന്നെ അർത്ഥം വെക്കാൻ കഴിയണില്ല. അർത്ഥം വെക്കേ. ഇങ്ങനെ ഒരു ആയത്ത് എവിടെ ഖുർആനില്? ഞാൻ ഖുർആനില് ഇജിപ്പോ ഓതിയ ആയത്ത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോ എനിക്ക് അങ്ങനെ ഒരു ആയത്ത് കിട്ടിയില്ല. അതാണ് ചങ്ങായി അല്ലാഹു താലാന്റെ പേരിൽ പാച്ച കള്ളം പ്രചരിപ്പിക്കുന്നത്. മനസ്സിലാകണ്ട എനിക്ക്? മടവൂർ ശൈഖുന എന്താണ് ഖാലിഖാണ് എന്നുള്ള ഖുർആനിൽ അല്ലാഹു താല പറഞ്ഞു തന്നിട്ട് അതിന് ആയത്ത് ഓതി നോക്കി നിങ്ങള്. എന്നിട്ടോ നമ്മളോട് ചോദിക്കുക എവിടെയാണ് ഞാൻ അല്ലാഹു താലാന്റെ പേരിൽ കള്ളം പറഞ്ഞത്? ഇതൊക്കെ കോളാമ്പി നൗഷാദാണ് ഇത്തരത്തില് ഈ ചെറുപ്പക്കാരൊക്കെ നിരീശ്വരവാദത്തിലേക്കും നിർമ്മിതവാദത്തിലേക്കൊക്കെ പറഞ്ഞേക്കുന്നത്. ഈ കോളാമ്പി നൗഷാദാ ഖുർആനിൽ ഇല്ലാത്ത ആയത്തുണ്ടാക്കുക. എന്നിട്ട് മടവൂർ ശൈഖുന ഖാലിഖാണെന്നുള്ള ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു എന്നും പറയാ. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ. അല്ലാഹുവിന്റെ മേലെ കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണ്? മനസ്സിലായോ? അല്ലാഹു തആല ചോദിക്കുക വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ. അല്ലാഹുവിന്റെ മേലെ കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാ? മടവൂർ ശൈഖുന ഖാലിഖാൻ എന്നുള്ള ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് ഇല്ലാത്ത ആയത്ത് ഓതുമ്പോ ഈജും ചേകനൂരും ദത്ത ചങ്ങയ്യെ മാറ്റോ? വട്ടൂരികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ രൂപത്തിലേക്ക് ഇത്തരം ചെറുപ്പക്കാർ അതപ്പതിച്ചതിന്റെ ഒന്നാമത്തെ കാരണം അത് കോമാടനാ, നൗഷാദാണ്. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം ഇവിടെ?